പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഇന്നലെ നാം ദൈവത്തിൻ്റെ വചനം ചിന്തിച്ചത്. റോമിലെ വിശ്വാസികളുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ട പൗലോസ് അവരുടെ വിശ്വാസത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മീയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പൗലോസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിക്കുവാനിടയായി. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹീതമായ വിശ്വാസത്തിൻ്റെ പ്രദർശനം ഉണ്ടാകണം എന്ന് പറയുവാൻ ഇടയായി. ഇന്ന് നാം അതിൻ്റെ ബാക്കി ഭാഗമായി ചിന്തിക്കുന്നത് 9-10 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമിലെ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസത്തെക്കുറിച്ച് താൻ കേട്ടു. താൻ സ്ഥാപിച്ച സഭയല്ല, താൻ ഇതുവരെയും റോമിൽ പോയിട്ടില്ല. എന്നാൽ റോമിലെ വിശ്വാസികളെ കുറിച്ച് താൻ കേൾക്കുകയാണ്. കേട്ടത് അവരുടെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസത്തെക്കുറിച്ചാണ്. അവരുടെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസത്തെക്കുറിച്ച് കേട്ട പൗലോസ് അതിനുവേണ്ടി ദൈവത്തോട് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃക. അങ്ങനെ റോമിലെ ദൈവജനത്തിന്റെ ആത്മീക അഭിവൃദ്ധിയെക്കുറിച്ച് കേട്ട പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടാകുകയാണ്. റോമിലേക്ക് എനിക്കൊന്ന് പോകണം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോനിയയിലും അഖായിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം ഉണ്ടാകുകയാണ്. ഞാൻ റോമിലേക്ക് പോകണം. അതിനൊരു പദ്ധതി ഇടുകയാണ്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം നാം അതാണ് ഇതിനകത്ത് തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യന്റെ മനസ്സ് നിങ്ങളൊന്ന് നോക്കിക്കേ. തന്റെ ഹൃദയത്തിൽ താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, തന്റെ മിഷണറി യാത്രയുടെ ഫലമായിട്ട് ഉടലെടുക്കാത്ത ഒരു സഭ, അങ്ങനെ ഒരു സഭയിൽ വളരെ ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ജനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പൗലോസ് അവിടെ ആത്മീയ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുകയും അവരെ കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ആര് സ്ഥാപിച്ച സഭയാണെങ്കിലും അവിടെ ആത്മീയ അഭിവൃദ്ധി ഉള്ളത് എനിക്ക് സന്തോഷമായി എന്ന് കരുതുന്ന പൗലോസിന്റെ വലിയ ഹൃദയം. പ്രൈസ് ദി ലോർഡ്. ആത്മീയ കാര്യങ്ങളിൽ പൗലോസിന്റെ മുഴു ഹൃദയവും അപ്രകാരമാണ്. ഒരിക്കലും പൗലോസിന്റെ മനസ്സിൽ ഒരു വേർതിരിവുണ്ടായിട്ടില്ല. നമുക്കറിയാം, അക്കാലത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക സഭകളും പൗലോസിന്റെ പ്രവർത്തന ഫലത്താൽ സ്ഥാപിതമായതാണ്. തന്റെ മിഷണറി യാത്രയിലൂടെ സ്ഥാപിക്കപ്പെട്ട സഭകളാണ് അനേകം സഭകൾ. എന്നാൽ റോമിലെ സഭ തന്റെ പ്രവർത്തന ഫലമായി, തന്റെ ശുശ്രൂഷയുടെ ഫലമായി ഉണ്ടായതല്ല. എങ്കിലും ആ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയായി തീർന്നതും
അവിടെ വലിയ ദൈവപ്രവൃത്തി നടക്കുന്നതും അവരുടെ വലിയ വിശ്വാസവും കേട്ടപ്പോൾ പൗലോസിന് അവരെ കാണുവാനും അവരുടെ അടുത്ത് പോകുവാനും അവരുടെ കൂട്ടായ്മയിലായിരിക്കാനും ആഗ്രഹിക്കുന്ന വലിയ മനസ്സ്. പൗലോസിന്റെ ഹൃദയം എത്ര വിശാലമാണ്! സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇന്നത്തെ കാലത്ത് നാം എത്രയോ അതിർവരമ്പുകളാൽ അകറ്റപ്പെട്ടു നിൽക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എല്ലാം ദൈവമക്കളാണെന്ന് നമ്മൾ പറയുമെങ്കിലും സംഘടനയുടെ പേരിൽ ചിതറി നിൽക്കുന്നവരാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്, വലിയൊരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ഞങ്ങളുടെ സഭ, ആ സഭ, അത് ഇന്ന പേരുള്ള സഭ, വ്യത്യാസങ്ങളാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, സംഘടനകളൊന്നും ദൈവം സ്ഥാപിച്ചതല്ല. ദൈവത്തിനൊരു സഭയുള്ളൂ, അത് അവിടുത്തെ ശരീരമാകുന്ന സഭയാണ്. അതുകൊണ്ട് പൗലോസിനെ പോലെ ഒരു ഹൃദയം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. എവിടെ ഒരു ആത്മീയ അഭിവൃദ്ധി ഉണ്ടായാലും, ഏത് സഭ വളർന്നാലും, ഏത് കൂട്ടം അനുഗ്രഹിക്കപ്പെട്ടാലും അത് കർത്താവിന്റെ വേലയാണെന്ന് ചിന്തിക്കുവാൻ, അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുള്ള വിശാലമായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഉപദേശപരമായി വ്യത്യാസമുള്ള കൂട്ടങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഉപദേശപരമായി ഐക്യപ്പെട്ടു നിൽക്കുന്ന പെന്തിക്കോസ്ത് സമൂഹം, സ്തോത്രം, അവർ പോലും സംഘടനാപരമായ വ്യത്യാസത്താൽ മാറി നിൽക്കുന്ന ഈ കാലത്ത് പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യന്റെ മനസ്സെത്ര വലുതാണ്. റോമിലെ സഭയെ ഓർത്ത് പൗലോസ് സ്തോത്രം ചെയ്യുകയും അവിടേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പൗലോസിന്റെ ഹൃദയം അങ്ങനെയാണ്. നമുക്കറിയാം, ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ പൗലോസ് കിടക്കുന്ന സമയം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അനേകർ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് പൗലോസിന്റെ ഒരു കമന്റ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ഈ ജയിലിൽ കിടക്കുമ്പോൾ ഒരുപാട് പേര് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. അതെനിക്ക് കഷ്ടം വരുത്തുന്നതിനും എന്റെ ക്ലേശങ്ങൾ കൂട്ടുന്നതിനും വേണ്ടി അനേകർ പ്രസംഗിക്കുന്നു. മറ്റൊരു കൂട്ടർ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. എന്നാൽ ഒരു കൂട്ടർ, സ്തോത്രം, നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നു. പൗലോസ് അത് ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്: എങ്ങനെയാണെങ്കിലും യേശുക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു മനസ്സാണ്! ആര് പ്രസംഗിച്ചാലും, ആര് സുവിശേഷം പറഞ്ഞാലും യേശുവിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് വിളിച്ചു പറയുന്ന അപ്പോസ്തലന്റെ വലിയ മനസ്സ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ഞാൻ ഈ പ്രാരംഭ സമയം പറയുകയാണ്. പൗലോസിന്റെ ഹൃദയം നമുക്ക് ഉണ്ടാകട്ടെ. അപ്പോ റോമിലെ ദൈവസഭ വിശ്വാസത്താൽ സമ്പന്നരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്ന വിവരം അറിഞ്ഞപ്പോൾ പൗലോസ് അവിടെ പോകാൻ ആഗ്രഹിച്ചു. ആഗ്രഹിക്കുക മാത്രമല്ല, ആ ആഗ്രഹം നിറവേറുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. വചനം കേൾക്കുന്ന ദൈവമക്കളോടൊരു കാര്യം ഞാൻ പറയട്ടെ. ജീവിതത്തിൽ നമുക്ക് പല ആഗ്രഹങ്ങൾ കാണും, താല്പര്യങ്ങൾ കാണും. സ്തോത്രം. ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നടന്നാൽ അതിന് ഒരു വിടുതലുണ്ടാകില്ല, അതിനൊരു സഫലീകരണം ഉണ്ടാകില്ല. സ്തോത്രം. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറണമെങ്കിൽ, നമ്മുടെ ദൈവമുമ്പാകെയുള്ള താല്പര്യങ്ങൾ നിറവേറണമെങ്കിൽ, നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറണമെങ്കിൽ അതിന് നിശ്ചയമായും നാം ദൈവസന്നിധിയിൽ നിരന്തരമായ ശക്തമായ ഒരു പ്രാർത്ഥന കഴിച്ചെങ്കിൽ മാത്രമേ അതിന് ഒരു വിടുതൽ ഉണ്ടാകുകയുള്ളൂ, മറുപടി ഉണ്ടാകുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ തന്റെ ഹൃദയത്തിൽ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തെ ദൈവമുമ്പാകെ വെക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ താൻ തീരുമാനിച്ചു. അതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച വാക്യം, 9-10 വാക്യങ്ങൾ. ആ വാക്യം ഞാൻ വീണ്ടും വായിക്കുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തും കൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. പ്രൈസ് ദി ലോർഡ്. റോമിലെ സഭയോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തും കൊണ്ട്. പൗലോസിനെ മനസ്സ് നോക്കിയേ. പൗലോസ് എപ്പോഴും റോമിലെ വിശ്വാസികളെ ഓർക്കും, ഇടവിടാതെ ഓർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഓർമ്മയിൽ അവരുണ്ടാകണം. നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് അവർ മാഞ്ഞു പോയാൽ
നിങ്ങൾ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പല ആളുകളും ഓർമ്മയിൽ പലരും മരിച്ചു പോയിരിക്കുകയാണ്, അല്ലെ? പോയവരെ പോലെ ആളുകൾ വ്യക്തികളെ മറന്നു കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കാത്തവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ നിങ്ങൾ ഓർക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ഓർമ്മയിൽ അത് വന്നാൽ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. കഷ്ടപ്പെടുന്നവരെ നമുക്ക് ഓർക്കാം. ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ പോകുന്നവരെ നമുക്ക് ഓർക്കാം. കാരണം നാം ഓർച്ചെങ്കിൽ മാത്രമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുകയുള്ളൂ. പൗലോസിന്റെ ഓർമ്മയിൽ എപ്പോഴും റോമിലെ സഭയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുമുണ്ട്. രണ്ടാമത്തെ പദം, ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരാൻ സാധിക്കേണ്ടതിന്. പൗലോസിന്റെ ആ പദം ശ്രദ്ധിച്ചോ? ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരാൻ സാധിക്കേണ്ടതിന്. പൗലോസിന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് റോമിൽ പോകണമെന്ന്. പക്ഷേ പൗലോസ് പറയുക, എന്റെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്റെ ആഗ്രഹത്തിനും എന്റെ താല്പര്യത്തിനും അനുസരിച്ച് ഞാൻ വന്നാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. ഞാൻ അവിടെ വരേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാകണം. ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. സ്തോത്രം. പക്ഷെ അത് ദൈവ ഇഷ്ടമായി എപ്പോൾ പരിണമിക്കുമോ അപ്പോൾ മാത്രമേ അതിന്മേൽ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ദൈവ ഇഷ്ടമല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കരുതെന്ന വലിയ ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകണം. ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ഞാൻ തുടർന്ന് അങ്ങോട്ട് അത് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവ ഇഷ്ടത്താൽ നിങ്ങളുടെ അടുക്കൽ വരാൻ സാധിക്കേണ്ടതിന്. സ്തോത്രം. അടുത്തത് പറയുന്നത്, പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ യാചിക്കുന്നു. ആ പദമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നല്ല, പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ യാചിക്കുന്നു. ദൈവസന്നിധിയിൽ യാചിക്കുകയാണ്. നാം ദൈവമുമ്പാകെ അല്ലെ നിലവിളിയോടെ താഴ്മയോടെ അപേക്ഷിക്കുമ്പോഴാണ്, യാചിക്കുമ്പോഴാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുവാനിടയായിത്തീരുന്നത്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് എന്ന് പറയുന്ന ധന്യനായ മനുഷ്യൻ ദൈവത്തിൽ യാചിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന യാചനകളായി മാറണം. പ്രാർത്ഥന കണ്ണുനീരോടെ താഴ്മയോടെ ദൈവമുമ്പാകെ അപേക്ഷിക്കുന്നതായി മാറണം. കാരണം നിങ്ങൾ താഴുന്നത് ദൈവത്തിന്റെ മുമ്പിലാണ്. പല ആളുകൾക്കും യാചിക്കാനൊക്കെയുള്ള മടി എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ നിലവിളിക്കുവാനുള്ള മടി എന്താണെന്നറിയാമോ? കരയുവാനുള്ള മടി എന്താണെന്നറിയാമോ? അവർക്ക് താഴുവാൻ മനസ്സില്ല, ദൈവമുമ്പാകെ താഴുവാൻ മനസ്സില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നാം ആരുടെ മുമ്പിലാണ് താഴുന്നത്? നാം ആരുടെ മുമ്പിലാണ് യാചിക്കുന്നത്? സർവശക്തനായ നമ്മുടെ ദൈവത്തിന് മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിലല്ല. ഒരിക്കലും ഒരു മനുഷ്യന്റെ മുമ്പിലും യാചിക്കുവാൻ ഇടവരരുത്. ഒരു മനുഷ്യന്റെ മുമ്പിലും നിങ്ങൾ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി കൈനീട്ടുവാൻ യാചിക്കേണ്ട ആവശ്യമില്ല. പകരം സ്തോത്രം, നിങ്ങൾ ദൈവമുമ്പാകെ യാചിക്കുക, ദൈവമുമ്പാകെ നിലവിളിക്കുക, ദൈവമുമ്പാകെ കരയുക. നിശ്ചയമായും ഒരു മനുഷ്യന്റെ മുമ്പിലും നിലവിളിക്കുവാനും കരയുവാനും യാചിക്കുവാനും നിങ്ങൾക്കിടവരത്തില്ല. ദൈവമുമ്പാകെ താഴുന്നവൻ മനുഷ്യന്റെ മുമ്പാകെ താഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അവരുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് മനോഭാവത്തിന് ഇന്ന് പകൽ വ്യത്യാസം വരട്ടെ. ദൈവമുമ്പാകെ നിലവിളിയോടെ കണ്ണുനീരോടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. അവൻ യാചിക്കുകയാണ്. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ വിഷയങ്ങൾക്കായി ദൈവമുമ്പാകെ താഴ്മയോടെ അപേക്ഷിച്ചാട്ടെ. സ്തോത്രം. പൗലോസ് തന്റെ ആഗ്രഹം ദൈവമുമ്പാകെ അറിയിക്കുകയാണ്, യാചിക്കുകയാണ്. സ്തോത്രം. പൗലോസിന്റെ പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകൾ ഞാൻ പറയാം. ഒന്ന്, ഇത് ദീർഘവർഷങ്ങളായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ആ കാര്യത്തിന് തെളിവായി നമുക്ക് റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കാം. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. പൗലോസ് പറയുകയാണ്, റോമിലെ സഭയോട് പറയാണ്, അനേക സംവത്സരമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എന്ന് പൗലോസ് ഈ ആഗ്രഹം വന്നോ അന്ന് മുതൽ തന്റെ ദാസൻ പ്രാർത്ഥിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വിഷയത്തിൽ സ്ഥിരത പുലർത്തണമെന്നതിന് ഇതിലും വലിയ ഒരു ഉദാഹരണം വേറെ ഉണ്ടോ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തണം. പ്രൈസ് ദി ലോർഡ്. അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ അനേക വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അനേക വർഷങ്ങളായി
പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ഇന്നും അല്ലെ ഈ റോമാലേഖനം എഴുതുമ്പോൾ ആ സമയത്തും പൗലോസ് പറയുക, ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും, അവിടേക്ക് വരാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളുകളായിട്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ മടുത്തു പോകരുത്. പൗലോസിനെ പോലെ ശക്തമായി പ്രാർത്ഥനയിൽ തുടർന്നാട്ട് നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരും. അനേകർ പറയുകയും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ചില വിഷയങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അല്പകാര്യങ്ങൾ പറഞ്ഞാൽ മതി, അത്ഭുതങ്ങൾ നടക്കും. ശരിയാണ്, എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി അനേക മണിക്കൂറുകളോ ദിവസങ്ങളോ പ്രാർത്ഥിക്കേണ്ടി വന്നു എന്ന് വരില്ല. ചില വിഷയങ്ങൾക്ക് വേണ്ടി അപ്രകാരം ചെയ്തേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പൗലോസിനോട് ചോദിക്കാം, പൗലോസേ, അനേക വർഷങ്ങളായി താങ്കൾ പ്രാർത്ഥിച്ചു, എന്താണ് താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കാഞ്ഞത്? എന്താണ് സംഭവിച്ചത്? നമുക്ക് ചോദിക്കാം. 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പൗലോസ്, റോമാലേഖനം 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരേണ്ടതിന് പലപ്പോഴും മുടക്കം വന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുവാൻ അനേക നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു, പക്ഷേ എൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന് മുടക്കം വന്നു. എന്ന് പറഞ്ഞാൽ വിഷയത്തിന് മറുപടി ലഭിച്ചില്ല. ഒരുപാട് സമയം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, പ്രാർത്ഥിച്ച് തയ്യാറെടുത്ത് വരാൻ തുടങ്ങുമ്പോൾ മുടക്കമുണ്ടായി. പലതവണ സ്തോത്രം. പ്രാർത്ഥിച്ചെല്ലാ തയ്യാറെടുപ്പുകളും നടത്തി പോകാനായിട്ട് തുടങ്ങിയതാ, പക്ഷേ മുടക്കം വന്നു, തടസ്സം വന്നു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. പൗലോസ് ശ്ലീഹ അനേക നാളുകളായി പ്രാർത്ഥിച്ച് തയ്യാറെടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുക. നമ്മിൽ പലർക്കും ഇതേ അനുഭവം ഉണ്ടാകാറുണ്ട്. ചില യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങി എല്ലാം തയ്യാറാക്കി പോകാൻ തുടങ്ങുമ്പോൾ ഒരു തടസ്സം, അല്ലെ, ഒരു നന്മ വെളിപ്പെട്ടു വന്നു, കയ്യിലെത്തുന്നതിന് തൊട്ട് മുമ്പ് മാറിപ്പോകുന്ന പോലെ അവസ്ഥ. ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി, പക്ഷേ കയ്യിലെത്തി, അല്ലെ, അതിനടുത്ത് വന്നപ്പോൾ തടസ്സമുണ്ടായ ചില സാഹചര്യങ്ങൾ. സ്തോത്രം. ചില നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കയ്യെത്തും ദൂരത്ത് മാറിപ്പോകുന്നത് പോലെയുള്ള അവസ്ഥ. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന പലർക്കും അവരുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ പറയാനുണ്ടായേക്കാം. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുന്നു, പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംഭവിക്കുമ്പോൾ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. പ്രാപിക്കുന്നത് വരെ പ്രാർത്ഥിക്കുവാൻ, അല്ലെ, സഫലമാകുന്നത് വരെ പ്രാർത്ഥിക്കുവാൻ ആത്മാവിൽ ഇന്ന് ഈ വചനങ്ങൾക്ക് നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നിശ്ചയമായും മുടങ്ങിപ്പോയത്, തടസ്സമായി നിന്നത്, മാറിപ്പോയത് നിശ്ചയമായും നിങ്ങൾ പ്രാപിക്കാനിടയായി തീരും. നിങ്ങൾ ആ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാനിടയായി തീരുമെന്ന് ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയുകയാണ്. സ്തോത്രം. പൗലോസ് ശ്ലീഹ പറയുകയാണ്, പലപ്പോഴും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിച്ചു, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല, തടസ്സങ്ങളുണ്ടായി. നമുക്കറിയാം, ഈ തടസ്സങ്ങൾ മിക്കപ്പോഴും പിശാചുണ്ടാക്കുന്ന ഒരു തടസ്സമാണ്. പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ വിശദമായി 1-2 കാര്യങ്ങൾ ഞാൻ പറയുമെങ്കിലും ഈ ആരംഭ ഭാഗത്ത് ഞാൻ പറയട്ടെ. പൗലോസ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ തന്റെ യാത്രയെ തന്നെ തടഞ്ഞ പൈശാചിക പദ്ധതിയെക്കുറിച്ച് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. പ്രൈസ് ദി ലോർഡ്. സാത്താൻ ഞങ്ങളെ തടുത്തു. പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്കയിലേക്ക് പോകാൻ ആഗ്രഹിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. വേദപണ്ഡിതന്മാർ സാത്താൻ തടുത്തു എന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളാണ്. ഒന്ന്, ജനക്കൂട്ടമുണ്ടാക്കിയ കലഹം നിമിത്തം പോകാൻ പറ്റിയില്ല. മറ്റൊരു കാര്യം, പൗലോസിനെന്തോ ചില രോഗങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി, അത് കാരണം പോകാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കുമ്പോൾ തടസ്സമായി വന്ന് നിൽക്കുന്നതിന് കാരണങ്ങൾ പലതും കണ്ടേക്കാം. പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ വരുത്തിയതിന് പിന്നിൽ വ്യാപരിച്ച പൈശാചിക മണ്ഡലങ്ങളാണ്. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ അഭിവൃദ്ധിയിലേക്കും ഒരു നന്മയിലേക്കും ഒരു വിടുതലിലേക്കും നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തടസ്സമായ ചില മേഖലകൾ വെളിപ്പെട്ടു വരുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അതിന് പല ന്യായങ്ങൾ കണ്ടെത്തിയേക്കാം, പല കാരണങ്ങൾ കണ്ടെത്തിയേക്കാം. പക്ഷേ ഇതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്ന, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന, നിങ്ങളുടെ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാതെ നിങ്ങളുടെ യാത്ര സഫലമാകാതിരിക്കാൻ വ്യാപരിക്കുന്ന പൈശാചിക മേഖലകൾ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ മണ്ഡലങ്ങൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകൻ, നമുക്കറിയാം, ദാനിയേൽ പ്രവാചകൻ ബാബിലോണിൽ അടിമത്തത്തിലായിരിക്കുന്ന സമയം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിച്ചു. ഒരു കാര്യം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദാനിയേൽ ഗ്രഹിക്കുകയാണ്, ഇസ്രായേലിന്റെ പ്രവാസം 70 വർഷം കൊണ്ട് അവസാനിക്കും.
ഈ വാർത്ത അറിഞ്ഞ ദാനിയേൽ ദൈവത്തിൽ 21 ദിവസം ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തയ്യാറായി. തുടർന്ന് അങ്ങോട്ട് ദൈവജനത്തിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ പ്രതിസന്ധികളെ കുറിച്ച് ദൈവം ഇടപെടുകയാണ്. ഇടപെടുവാനായി ഇറങ്ങി വന്ന ദൂതൻ പറയുന്നൊരു കാര്യമുണ്ട്. ദാനിയേലേ, നീ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ മനസ്സ് വെച്ച അന്ന് തന്നെ ഞാൻ ഇറങ്ങി വന്നതാണ്. പക്ഷേ എന്നെ തടഞ്ഞുകൊണ്ട് പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് അക്ഷരികമായ ഒരു രാജാവിനെ കുറിച്ചല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് പൈശാചിക മേഖലകളെ കുറിച്ചാണ്, ഇരുളിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ്, സാത്താന്യ വ്യാപാരത്തെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. തന്റെ ദാസന്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതന് പ്രാർത്ഥനയുടെ മറുപടിയും ദൂതറിയിക്കുവാൻ വരാൻ പറ്റാതെ തടസ്സമായി നിന്ന പൈശാചിക ശക്തിയെ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 21-ാം ദിവസം പ്രാർത്ഥനയ്ക്കൊടുവിൽ ദൂതൻ ഇറങ്ങി വന്ന് ഈ കാര്യം പറയുകയാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ നന്മകളെയും അനുഗ്രഹങ്ങളെയും തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങളുണ്ട്, പൈശാചിക മേഖലകളുണ്ട്. പിശാചിന്റെ പദ്ധതി എന്താണെന്ന് അറിയാമോ? നീ അനുഗ്രഹിക്കപ്പെട്ടാൽ, നിന്റെ കാര്യങ്ങൾ നടന്നാൽ, നിന്റെ യാത്ര സഫലമായാൽ, നിന്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായാൽ നീ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനിടയായിത്തീരും. നീ ദൈവത്തിന് നന്ദി പറയുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം പറയുവാനിടയായിത്തീരും. സാത്താൻ ദുഷ്ടമിട്ടമല്ല, പിശാചിനൊത്ത് താല്പര്യമില്ല. നീ ജീവിതത്തിൽ കുഴഞ്ഞവനായി, നീ ജീവിതത്തിൽ നിരാശയോടെ, നീ ജീവിതത്തിൽ നന്മ ഇല്ലാതെ, അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ, ജീവിതത്തിൽ പരാജയപ്പെട്ട് കിടന്ന് ദൈവത്തെ ശപിക്കുന്നതും ദൈവത്തെ കുറ്റം പറയുന്നതും പിശാചിന് വലിയ ഇഷ്ടമാണ്. അത്തരം സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. തടസ്സങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. നന്മകൾ തടഞ്ഞുകൊണ്ടേയിരിക്കും. ശാരീരികമായ ക്ലേശങ്ങൾ വരുത്താൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു വലിയ പോരാട്ടമാണ്. ഇതൊരു വലിയ സത്യമാണ്. ഈ ആത്മീയ സത്യം എല്ലാവർക്കും അറിയില്ല. ഈ ആത്മീയ സത്യം അറിയാവുന്ന ദൈവമക്കൾ പ്രാർത്ഥനയിൽ പിശാചിനോട് പോരാടുവാനിടയായിത്തീരും. പ്രാർത്ഥനയിൽ പിശാചിനോട് ഇടപെടുവാനിടയായിത്തീരും. പ്രാർത്ഥനയിൽ പിശാചിനോട് പോരാടി പ്രാർത്ഥിക്കുവാനും വെല്ലുവിളിക്കുവാനും ആത്മാവിൽ അവനെ ജയിക്കുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, സാത്താൻ എന്നെ തടഞ്ഞു. റോമിലെ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അടുക്കൽ വരാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു, പക്ഷേ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. പക്ഷേ ഞാൻ പ്രാർത്ഥന നിർത്തിയില്ല. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ദൈവം സാക്ഷി. ദൈവത്തെ സാക്ഷി വെച്ച് പറയുകയാണ്. അത് പറയാൻ ചില കാരണമുണ്ട്. റോമിൽ ഇതുവരെ പൗലോസ് പോയിട്ടില്ല. സ്തോത്രം. ഒരുപക്ഷെ റോമിലെ വിശ്വാസികൾ ചിന്തിക്കും, പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ, ഇത്രയും ശ്രേഷ്ഠനായ ദൈവമനുഷ്യൻ, അനേക സഭകൾ സ്ഥാപിച്ച് അനേക സ്ഥലത്ത് പോയി, ഇതുവരെ ഞങ്ങളുടെ അടുത്തൊന്നും വന്നിട്ടില്ലല്ലോ. ഒരുപക്ഷെ ശത്രുക്കൾ ഒരുപക്ഷെ പൗലോസിനെ കുറിച്ച് ഇവരുടെ മുമ്പിൽ പൗലോസിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിയിരിക്കാം. വേദപണ്ഡിതന്മാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് പൗലോസിന് കരുതലില്ല, നിങ്ങളെക്കുറിച്ച് പൗലോസിന് സ്നേഹമില്ല, അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങളുടെ അടുത്ത് വരാഞ്ഞത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാം. അതുകൊണ്ട് പൗലോസ് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ അടുത്ത് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് ദൈവം സാക്ഷി. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. പൗലോസ് തന്റെ ഹൃദയം തുറന്നു പറയുകയാണ്, ഒത്തിരി തടസ്സമുണ്ടായി. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ലോകത്തിൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിന് തടസ്സമുണ്ടായില്ലെങ്കിലും പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സമുണ്ടാകും, പ്രാർത്ഥിക്കുന്നതിന് തടസ്സമുണ്ടാകും. എന്നാൽ അതിനെ അതിജീവിക്കുന്ന ദൈവമക്കൾ എവിടെയുണ്ടോ അവരാണ് ജീവിതത്തിൽ വിജയം പ്രാപിക്കാനിടയായിത്തീരുന്നത്. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ തടസ്സമുണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഒരു കാരണം മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിച്ചത്. സാത്താൻ ഒരു പക്ഷേ പ്രവർത്തിക്കും. എന്നാൽ എപ്പോഴും സാത്താൻ തന്നെ ആകണമെന്നില്ല നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്നതിന് തടസ്സം. ഒത്തിരി വിശദീകരിക്കാതെ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സം ഉണ്ടാകാനുള്ള കാരണം, നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി താമസിക്കുന്നതിന്റെ ഒരു കാരണം പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുവാനുള്ള സമയം ആയിട്ടില്ലായിരിക്കാം. ഏത് കാര്യത്തിനും ദൈവത്തിന് ഒരു സമയമുണ്ട്. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. തക്ക സമയം, പ്രോപ്പർ ടൈം. ഞാൻ ദൈവത്തിന്റെ തക്ക സമയം എന്ന വിഷയത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ അത് കാണുവാൻ ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സമയമുണ്ട്. ചില കാര്യങ്ങൾക്ക് ദൈവം കൃത്യമായി ടൈം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ ഒരു ദൈവപ്രവൃത്തി നടക്കുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ദൈവത്തിന്റെ സമയമായില്ലെങ്കിൽ നിങ്ങൾ വെപ്രാളപ്പെടണ്ട, നിങ്ങൾ അതിനുവേണ്ടി ഭാരപ്പെടണ്ട. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കാനിടയായിത്തീരും. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാൻ നമുക്കിടയാകണം. അല്ലെ? അബ്രഹാം ദീർഘമായി 25 വർഷം വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ
പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പക്ഷേ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആലോചിക്കണം. ദൈവത്തിന്റെ സമയമാകാഞ്ഞിട്ടാണോ എന്റെ ഈ വിഷയത്തിന് മറുപടി താമസിക്കുന്നത്? ആത്മാവിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് ചോദിച്ചിരിക്കണം. ദൈവം നിശ്ചയമായും ഇടപെടും. അബ്രഹാമിന്റെ ജീവിതത്തിൽ തന്നെ നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ദൈവം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുക, ഞാൻ തക്ക സമയത്ത് നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം കാത്തിരിക്കുന്ന, പ്രാർത്ഥനയുടെ വിടുതൽ കാത്തിരിക്കുന്ന, നാളുകളായി പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, മറുപടിക്കായി കാത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇടപെടും. നിശ്ചയമായും എന്നെ കാത്തിരിക്കുക, എനിക്ക് വേണ്ടി കാത്തിരിക്കുക, തക്ക സമയത്ത് എന്റെ പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്തും എന്ന് ദൈവം നമ്മോട് പറയുവാനിടയായിത്തീരും. പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുവാൻ ഒരു കാരണം ദൈവത്തിന്റെ സമയം ആകാഞ്ഞിട്ടായിരിക്കാം. ആ സമയം വരെ നാം കാത്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുവാനുള്ള കാരണം, അല്ലെങ്കിൽ അത് ലഭിക്കാത്തതിന്റെ കാരണം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ പാപങ്ങളായിരിക്കാം. ഏറ്റുപറയാത്ത, ഉപേക്ഷിക്കാത്ത, മറന്നു കളഞ്ഞ, സാരമില്ല എന്ന് കരുതിയ എന്തെങ്കിലും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ പാപങ്ങൾ നിമിത്തം പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുവാനിടയായിത്തീരും. സങ്കീർത്തനം 66 സങ്കീർത്തനം 18 വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിനകത്ത് അകൃത്യമുണ്ടെങ്കിൽ, പാപമുണ്ടെങ്കിൽ, ക്ഷമിക്കപ്പെടാത്ത പാപമുണ്ടെങ്കിൽ, ഏറ്റുപറയാത്ത പാപമുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് ശുദ്ധീകരണമാ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ശുദ്ധീകരണമാ. രോഗശാന്തി വരാൻ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തി നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിപ്പീ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും മണ്ഡലത്തിൽ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒന്ന് ചിന്തിക്കണം, എന്തെങ്കിലും പാപം എന്നിലുണ്ടോ? എന്നിൽ ഏറ്റുപറയാത്ത എന്തെങ്കിലും പരാജയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് അത് ഏറ്റുപറയുവാൻ ആത്മാവിൽ നിങ്ങൾ തയ്യാറെടുത്താൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനിടയായിത്തീരും. ഒരുപക്ഷെ ആളുകൾ ചിന്തിക്കുന്നത്, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഒത്തിരി പാപങ്ങളൊന്നുമില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയണം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മറുപടി തടസ്സമാകുവാൻ വലിയ പാപങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. ചെറിയ പാപം മതി. ചെറിയ നമ്മൾ അത്ര നിസ്സാരമായി കരുതുന്ന ചില കാര്യങ്ങളാണെങ്കിലും പ്രാർത്ഥനയുടെ മറുപടി താമസിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സർവശക്തനായ ദൈവം നീതിമാനാകയാൽ നീതിമാനായ ദൈവത്തിന്റെ അടുക്കൽ അല്ലെ നമ്മെ കുറ്റം പറയുന്ന, നമുക്ക് എതിരായി സംസാരിക്കുന്ന ഒരു എതിരാളിയുണ്ട്. അവന്റെ പേരാണ് സാത്താൻ. സാത്താൻ എപ്പോഴും നമ്മെ കുറ്റം ചുമത്തുമെന്ന് വചനത്തിൽ പറയുന്നു. നമ്മെ എപ്പോഴും കുറ്റം ചുമത്തുന്നവനാണെന്ന് അല്ലെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സാത്താൻ ദൈവസന്നിധിയിൽ ചെന്ന് നമ്മുടെ പാപത്തെക്കുറിച്ച് വാദിക്കുവാനിടയായിത്തീരും. മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തിൽ ഒരല്പം ചെളിപുരുണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ കുറ്റം ബോധിപ്പിച്ചവനാണ് സാത്താൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെ ഉള്ള ചെറുതും വലുതുമായ തെറ്റുകളെ കുറിച്ച് പിശാച് ദൈവസന്നിധിയിൽ വാദിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന് വചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവം നീതിമാനാകിയാൽ നാം ഏറ്റുപറയാത്ത കാര്യത്തോളം ആ പാപത്തിന് പരിഹാരം വരികയില്ല. ആ പാപത്തിന് പരിഹാരം വരാതിരുന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെടുവാനിടയാകത്തരും. അതുകൊണ്ട് യോഹന്നാൻ നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം നീതിമാനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ നീതിമാനായ ഒരു കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കൽ നമുക്കുണ്ട് എന്നുള്ളത് നമ്മുടെ വലിയൊരു ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുവാൻ അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുവാനുള്ള ഒരു കാരണം ഒരുപക്ഷെ ഏറ്റുപറയാത്ത നമ്മുടെ പാപങ്ങളായിരിക്കാം. അതുകൊണ്ട് ഇന്ന് പാപത്തിന് പരിഹാരം വരുത്തിയാട്ട് ദൈവം ഭാഗം നിലവിളിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെല്ലാം പരിശോധിച്ചാൽ ആദ്യത്തെ ഭാഗം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. പാപം ഏറ്റുപറഞ്ഞാട്ട്, കുറവേറ്റു പറഞ്ഞാട്ട് പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളുടെ അടുക്കലേക്ക് വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവഹിതമല്ലാത്ത കാര്യമാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല. രണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഒന്ന്, ദൈവത്തിന്റെ സമയമാകാത്തത് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കില്ല. രണ്ട്, നമ്മുടെ ഹൃദയത്തിൽ പാപമുണ്ടെങ്കിൽ, അകൃത്യമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കില്ല. മൂന്നാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ഹിതമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നാം ചോദിച്ചുകൊണ്ടിരുന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല. പൗലോസ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരാൻ സാധിക്കേണ്ടതിന്. ഒരു ഭക്തൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു വലിയ മാതൃക, കർത്താവിന്റെ മാതൃക തന്നെ നമ്മൾ സ്വീകരിക്കണം.
മറ്റൊന്നുമല്ല. ഗെത്സമനയിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിച്ചിട്ട് അവസാന ഭാഗം അല്ലെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് വളരെ കണ്ണുനീരോടെ നിലവിളിയോടെ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏത് വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചാലും, ഏത് കാര്യം ദൈവമുമ്പാകെ നിങ്ങൾ വെച്ചാലും, നിങ്ങളൊടുവിൽ ഇങ്ങനെ പറഞ്ഞിരിക്കണം, നിങ്ങൾ ദൈവസന്നിധിയിൽ സമ്മതിച്ചിരിക്കണം: കർത്താവേ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ കരഞ്ഞു, നിലവിളിച്ചു, പക്ഷേ എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നടക്കണം. ഇത് അങ്ങയുടെ ഹിതമല്ലെങ്കിൽ എനിക്കത് വേണ്ട, അങ്ങയുടെ ഹിതം മാത്രം നടന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, ദൈവഹിതമല്ലാത്തതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഒരു ദൈവവൈദ്യന്റെ ധൈര്യം എന്ന് പറയുന്നത് നാം അവന്റെ ഇഷ്ടപ്രകാരം എന്ത് ചോദിച്ചാലും ദൈവം നമുക്കത് നൽകി തരുമെന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യമാണ്. അതുകൊണ്ട് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക. ദൈവഹിതമില്ലാത്തത് ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കരുത്. ദൈവം കേൾക്കില്ല, മറുപടി തരിക. 4-ാമത്തെ കാര്യമാണ് സാത്താൻ ഉണ്ടാക്കുന്ന തടസ്സം. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. സാത്താൻ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ മറുപടിക്കെതിരെ പോരാടാൻ സാധ്യതയുണ്ട്. നന്മകൾക്കെതിരെ പോരാടാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാക്കാൻ അവൻ ശ്രമിക്കും. പ്രതിസന്ധികൾ വരുത്തുവാൻ അവൻ ശ്രമിക്കും. പലതും മുടക്കുവാൻ അവൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിശാചിന്റെ ഈ തന്ത്രങ്ങളുടെ മുമ്പിൽ ക്ഷീണിച്ച് അല്ലെ, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു, അടുത്തു വന്നു, നഷ്ടമായി പോയി, അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല. സ്തോത്രം. പൗലോസ് പറയുക, പലപ്പോഴും മുടക്കം വന്നു, എന്നിട്ടും ഞാൻ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്നെ പിശാചിനോട് പോരാടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മോട് പറയുന്നുണ്ട്. തന്റെ അനുഭവത്തിൽ നിന്നുകൂടെ താൻ എഴുതുകയാണ്. എന്താണ്? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശക്തിയാൽ നിറഞ്ഞ് അന്ത്യകാലമാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിറഞ്ഞ്. നമ്മുടെ സ്വന്തം ശക്തിയിൽ പിശാചിനോട് പോരാടുവാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ബലത്തിൽ പറ്റില്ല. ദൈവസ്ഥലിൽ കാത്തിരുന്ന് അല്ലെ, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്നാണ് വചനം പറയുന്നത്. ദൈവസ്ഥലിൽ കാത്തിരുന്ന് ദൈവശക്തി പ്രാപിക്കുക. 2, ദൈവത്തിന്റെ സർവായുധ വർഗങ്ങൾ ധരിച്ച് പ്രാർത്ഥനയിൽ പോരാടണം. 18-ാം വാക്യം എഫേസ്യ ലേഖനം 6:18 പറയുന്നത് പോലെ സകല പ്രാർത്ഥനയിലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെ ചെയ്യാമെങ്കിൽ, സ്തോത്രം, യാക്കോബ് പറഞ്ഞതുപോലെ, യാക്കോബ് 4:7 പറഞ്ഞതുപോലെ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ദീർഘവർഷങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. റോമിലേക്ക് പോകണം, റോമിലെ സഭയെ കാണണം. സ്തോത്രം. തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായി, മുടക്കങ്ങൾ ഒത്തിരി വന്നു, പിശാച് ഒത്തിരി പ്രവർത്തിച്ചു. പക്ഷേ പൗലോസ് നിരാശപ്പെട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് വചനം കേട്ട സഹോദരി സഹോദരന്മാരെ, ചില നാളുകളായിട്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി പൗലോസിനെ പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അത് ദൈവഹിതമാണോ എന്നൊന്ന് പരിശോധിക്കണം. ദൈവിക സമയം അതിനകത്തായോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കണം. പിശാച് എന്തെങ്കിലും വെക്കുന്ന തടസ്സങ്ങളാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. എങ്കിൽ പോരാട്ടം ശക്തി വർദ്ധിപ്പിക്കണം, പ്രാർത്ഥനയിൽ ശക്തി വർദ്ധിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും പാപങ്ങൾ നിമിത്തമാണോ അത് മുടങ്ങിയിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് കുറവുകളേറ്റു പറയണം. പൗലോസ് എന്ന മനുഷ്യൻ ദൈവത്തിൽ കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്. നാളുകളായി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. പൗലോസിനെ ദൈവം റോമിൽ എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പൗലോസ് റോമിലേക്ക് പോകുന്നത് എന്തിനാ? സ്തോത്രം. സ്വന്തമായ നേട്ടത്തിന് വേണ്ടിയല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല. പൗലോസ് റോമിലേക്ക് പോകാൻ ആഗ്രഹിച്ചത് ആത്മീയ ഉദ്ദേശമായിരുന്നു. അതിനകത്ത് വലിയൊരു ദൈവികമായ ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം ദൈവമുമ്പാകെ ഉണ്ടായിരുന്നു. ആ ഉദ്ദേശത്തെ പരിശുദ്ധാത്മാവ് സാധിപ്പിച്ചു കൊടുത്തു. പൗലോസിനെ റോമിൽ എത്തിച്ചു. ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഈ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. എത്ര തടസ്സമുണ്ടായാലും, എത്ര മുടക്കമുണ്ടായാലും, പ്രാർത്ഥനയിൽ നിങ്ങൾ തുടർന്നാൽ, പ്രാർത്ഥനയിൽ നിങ്ങൾ പോരാടിയാൽ നിശ്ചയമായും പ്രാർത്ഥിക്കുന്നവന് പരാജയമില്ല, പ്രാർത്ഥിക്കുന്നവൻ ജയിച്ചിരിക്കും. അതുകൊണ്ട് പൗലോസ് റോമിലെത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്, അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നത്, പൗലോസ് എന്തിനാണ് റോമിലേക്ക് പോകാൻ ആഗ്രഹിച്ചത്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾക്കായിട്ടാണ് പൗലോസ് അവിടെ പോകാൻ ആഗ്രഹിച്ചത്.
അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കും. പൗലോസെ തൊട്ടടുത്ത വീഡിയോയിൽ റോമിലേക്ക് പൗലോസിനെ ദൈവം എത്തിച്ച അത്ഭുതകരമായ വഴിയെക്കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ദൈവവചനം ശ്രദ്ധിക്കുകയും കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യുക. കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് കേൾപ്പിക്കപ്പെട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനത്തിനുമായി ഞങ്ങളുടെ സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമിലെ വിശ്വാസികളുടെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസത്തെക്കുറിച്ചും ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചും കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടേക്ക് പോകുവാൻ ഒരു യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ. കർത്താവെ, അങ്ങയുടെ മുമ്പിൽ യാചിച്ചു, നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവെ, നാളുകൾ പ്രാർത്ഥിച്ചു, ഒത്തിരി മുടക്കങ്ങളുണ്ടായി. സാത്താൻ ഒത്തിരി കെണികൾ ഒരുക്കി, ഒത്തിരി മുടക്കം വരുത്തി, ഒത്തിരി പ്രതിസന്ധി വരുത്തി. പക്ഷേ പൗലോസ് ഭാരപ്പെട്ടില്ല, ക്ഷീണിച്ചു പോയില്ല. പ്രാർത്ഥനകൾ തുടർന്നതിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എങ്ങനെയാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവെ, അങ്ങയുടെ വചനപ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ്, കർത്താവെ, ദൈവശക്തി പ്രാപിച്ച് സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ആത്മാവിൽ ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഞങ്ങൾ പോരാടിയാൽ പിശാചിന്റെ തടസ്സങ്ങൾ മാറിപ്പോകുമെന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ട ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളുകളായിട്ട് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ വിശ്വാസത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ തടസ്സമായി പിശാച് വെച്ചിരിക്കുന്ന സകല തടസ്സങ്ങളെ കർത്താവ് പൊളിക്കണമേ. തടസ്സങ്ങൾ മാറിപ്പോകണമേ. കർത്താവെ, അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന് വേണ്ടി ചെയ്യണമേ. അവർ നാളുകളായി പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും പരിശുദ്ധാത്മാവ് മറുപടി കൊടുക്കണമേ. നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണം. യേശു ക്രിസ്തുവിന് വലിയൊരു നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.